സുജേട്ടാ നമസ്കാരം. നമസ്കാരം. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ യഥാർത്ഥത്തിൽ സൈനികപരമായിട്ടുള്ള തിരിച്ചടി പാകിസ്ഥാന് കൊടുത്തതിന്റെ കൂട്ടത്തിൽ നമുക്ക് ലഭിച്ച ഒരു വമ്പൻ വിജയം എന്ന് പറയുന്നത് പാകിസ്ഥാനെയും ചൈനയും തമ്മിൽ തെറ്റിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ആ സമയം തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നതാണ്. പക്ഷെ ഇപ്പോ ആ ബന്ധം കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ അഫ്ഗാനിസ്ഥാൻ വഴിയാക്കി ചൈന മാറ്റിക്കഴിഞ്ഞു. കൂടുതൽ അമേരിക്കയെ ആശ്രയിക്കാനായിട്ട് പാകിസ്ഥാൻ ഇപ്പോൾ ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ട്രംപ് പാകിസ്ഥാനിൽ ഇടപെട്ട് ക്രിപ്റ്റോ കറൻസിയുടെ വലിയ രീതിയിലുള്ള ബിസിനസ് തുടങ്ങാനായിട്ട് ഒരു ശ്രമം നടത്തുന്നു. അഫ്ഗാനിസ്ഥാനുമായിട്ട് ചൈന പോയി ഒരു ടൈഅപ്പിന് ശ്രമിക്കുന്നു. പക്ഷെ അഫ്ഗാനിസ്ഥാൻ കൂടുതലും ഇന്ത്യയുമായിട്ടാണ് ടൈഅപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് ചൈനയെ അസ്വസ്ഥതപ്പെടുത്തുന്നു. അപ്പോൾ പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ബന്ധം ആ ബന്ധത്തിൽ കൂടുതൽ വിള്ളൽ വീഴ്ന്നിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇത് നമ്മുടെ ഏഷ്യയിലെ ജിയോ പൊളിറ്റിക്സിനെ എങ്ങനെ ബാധിക്കും? ചൈന അമേരിക്കയോട് കൂടുതൽ പാകിസ്ഥാൻ അമേരിക്കയോട് കൂടുതൽ അടുക്കുമ്പോൾ അത് ചൈനയെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. ചൈന പാകിസ്ഥാനിൽ നിന്നും വളരെയധികം അകലുന്നുണ്ട്. ഇത് ഇന്ത്യയുടെ ഒരു വിജയമാണ്. എങ്കിലും ഇത് നമുക്ക്, അതായത് നമ്മുടെ രാജ്യത്തിന് ഇതിനെ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും? പാകിസ്ഥാൻ ഇത് ഗുണമാണോ ദോഷമാണോ ചൈനയുമായിട്ട് അകലുന്നതും അമേരിക്കയുമായിട്ട് അടുക്കുന്നതും? കഴിഞ്ഞ ദിവസം ചൈനയുടെ വിദേശകാര്യമന്ത്രിയുടെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. ആ പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചത് ചൈനയുടെ മിസൈൽ പരാജയമായിരുന്നല്ലോ, പാകിസ്ഥാനോട് മിസൈൽ പരാജയമായിരുന്നല്ലോ, അതിന്റെ അവശിഷ്ടങ്ങൾ ഇന്ത്യയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു, അവരതിനെക്കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ചൈനയുടെ എയർ ഡിഫൻസ് സിസ്റ്റം ദുർബലമായിരുന്നു എന്നാണ് ഇന്ത്യൻ സൈനിക മേധാവികൾ പറഞ്ഞത്. അതിനെക്കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ചൈനീസ് വിദേശകാര്യ മന്ത്രി അതിനെക്കുറിച്ച് അഭിപ്രായമൊന്നും പറഞ്ഞില്ല. പകരം അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു സംഘർഷം ഒഴിവാക്കണം എന്ന് പറഞ്ഞ് ഒരു വരി മാത്രം പറഞ്ഞ പത്രസമ്മേളനം അവസാനിപ്പിക്കുകയായിരുന്നു. നമുക്കറിയാം, ഒരു രാജ്യത്തിന്റെ പേരെടുത്ത് പറഞ്ഞു, പ്രത്യേകിച്ച് ചൈനയെ പോലെ ഒരു രാജ്യത്തിന്റെ പേരെടുത്ത് പറഞ്ഞിട്ട് അവരുടെ പ്രതിരോധ സംവിധാനം കൊള്ളില്ല, പിന്നെ അതുപോലെ തന്നെ ദുർബലമാണ് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും പ്രതികരിക്കേണ്ടതാണ്. പക്ഷെ അദ്ദേഹം ഒന്നും തന്നെ പറഞ്ഞില്ല. അതിനു മുൻപ് തന്നെ അവര് പാകിസ്ഥാന്റെ ഒന്ന് രണ്ട് മന്ത്രിമാരും നേതാക്കന്മാരും പറഞ്ഞത് ചൈന ചതിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇതിനിടയിലാണ് ഈ സിന്ദൂർ വിഷയത്തിൽ അമേരിക്ക കയറി ഇടപെടുന്നതും അമേരിക്ക അതിനകത്ത് ഫുൾ സപ്പോർട്ടും ഒക്കെ ചെയ്യുന്നത്. അത് നമുക്കതിനകത്ത് അത്ഭുതമൊന്നുമില്ല. അമേരിക്ക പാകിസ്ഥാനൊപ്പം പോയാൽ അത്ഭുതമൊന്നുമില്ല. കാരണം എല്ലാ കാലവും ഇന്ത്യ പാകിസ്ഥാൻ വാർ നടക്കുമ്പോൾ അമേരിക്ക എപ്പോഴും പാകിസ്ഥാന്റെ ഭാഗത്ത് തന്നെയാണ്. ഇപ്പോഴും ആദ്യമായിട്ടൊന്നും അല്ലത്. 65-ലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു, 71-ലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു, എപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. കാർഗിൽ സമയത്തും അങ്ങനെ തന്നെയായിരുന്നു. നമുക്ക് ആ GPS സംവിധാനം പോലും അവന്മാർ തന്നില്ല. അപ്പൊ അതുകൊണ്ട് അമേരിക്ക നമുക്ക് നമ്പിക്കൊണ്ടെങ്കിൽ പോകാനൊന്നും പറ്റില്ല. അമേരിക്ക നമ്മളാരും നമ്പാറുമില്ല. അപ്പോ സാക്ഷാൽ ഇന്ദിരാഗാന്ധി ആയിരുന്നു അമേരിക്ക ഭക്ത. പക്ഷെ അവര് പോലും അധികം നമ്പിയില്ല. ഗതികെട്ട അവസാനം റഷ്യയിലേക്ക് പോകായിരുന്നു. 65-ലാണ് റഷ്യയുമായിട്ട് നമ്മൾ സഹകരണം തുടങ്ങുന്നത്. അപ്പോൾ അതും കൂടാതെ ചൈനയെ ചൊടിപ്പിച്ച മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ചെയ്തിരുന്നു. ഈ ബലൂചിസ്ഥാനിലെ മണ്ണ് അമേരിക്കയ്ക്ക് കൊടുക്കാൻ ഏതാണ്ട് പാകിസ്ഥാൻ ധാരണയായിരിക്കുകയാണ്, അവിടെ ഖനനം നടത്താൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചൈന വലിയ രീതിയിൽ തന്നെ പണം മുടക്കിയിരിക്കുന്ന ഒരു മേഖലയാണ് ബലൂച്ച് മേഖല. അവിടെ ഖനനം തുടങ്ങാൻ പോയതാണ്. അവരുടെ ഏതാണ്ട് 50-ലേറെ ചൈനീസ് പൗരന്മാർ കൊല്ലപ്പെട്ടു. അവർ ഗദ്ദാർ തുറമുഖം, അതിന് തൊട്ടപ്പുറത്തുള്ള എയർപോർട്ട് കോടികളാണ് ചെലവഴിച്ചത്. അതൊന്നും വർക്ക് ചെയ്യാത്തതിന് കാരണം അവിടെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഭീകരപ്രവർത്തനമുണ്ട്. ആ മണ്ണ് അമേരിക്കയ്ക്ക് വിൽക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി തന്നെ ചൈനയ്ക്ക് വലിയ എതിർപ്പ് അതിൽ ഉണ്ടാകും എന്നുള്ളത് ന്യായമാണ്. കാരണം അവരെ സംബന്ധിച്ച് അത് അവർക്ക്, കാരണം നമ്മൾ കൊണ്ട് പണം കൊടുക്കുന്നു, ആ പൈസ തിരിച്ചു തരുന്നില്ലെന്ന് മാത്രമല്ല അവർ വേറൊരാളായിട്ട് കച്ചവടം ഉറപ്പിക്കും. അത് ഒരിക്കലും ഒരു രാജ്യം അംഗീകരിക്കും. മണ്ണഞ്ചാരി പെണ്ണും കൊണ്ടുപോയി അപ്പൊ അത് ഒരിക്കലും ചൈനയ്ക്ക് അംഗീകരിക്കാനും പറ്റില്ല, എന്നാൽ ചൈനയ്ക്ക് തുറന്നു തീർക്കാനും പറ്റില്ല. പക്ഷെ ഇവിടെ പാകിസ്ഥാൻ അവരുടെ 85% ആയുധങ്ങളും വാങ്ങിയത് ചൈനയോട്. അതുകൊണ്ട് ചൈനയെ വെറുപ്പിക്കാൻ തയ്യാറില്ല. അതുകൊണ്ടാണ് മുനീർ ധൃതി പിടിച്ചിട്ട് ഒരു കരാറ് ചൈനയുമായിട്ട് ഒപ്പിട്ടു. ആധുനിക രീതിയിലുള്ള നശീകരണ ആയുധങ്ങളും ഒപ്പം ആണവായുധങ്ങൾ കൂടുതൽ ഉത്പാദിപ്പിക്കുന്നതിന്റെ ആ ശ്രമങ്ങളും ഒക്കെ ആയിട്ട് വലിയൊരു കരാർ നമ്മൾ ന്യൂസിന്റെ അമരണം കഴിഞ്ഞ ദിവസം ആ വാർത്ത കൊടുത്തിരുന്നു. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ അമേരിക്ക വരുന്നതുകൊണ്ട് ചൈനയ്ക്ക് ഇനി എന്തെങ്കിലും ഒരു അകൽച്ച തോന്നിയാൽ അത് വേണ്ട, ഞങ്ങൾ കരാർ ഒപ്പിടുന്നു. അതിനിടയ്ക്ക് ചൈന കുറെ ഫണ്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാന്. അപ്പൊ ആ ഫണ്ടാണ് ഇങ്ങോട്ടേക്ക് വകമാറ്റുന്നത്. അതായത് ഞാൻ കുറെ പണം കൊടുക്കാന്ന് പറഞ്ഞു, ആ പണം നിങ്ങൾ തരണ്ട, അത് ഇതിനകത്തോട്ട് വകമാറ്റിക്കോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പദ്ധതി മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അതാണോ എന്ന് അറിയില്ല. ചൈനയുടെ ഭാഗത്ത് നിന്നുള്ള പ്രസ്താവനയൊന്നും വന്നില്ല. പാകിസ്ഥാന്റെ സൈനിക മേധാവികൾ തന്നെയാണ് ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അതിനകത്ത് വിശ്വാസം നമുക്ക് അറിയത്തുമില്ല. ഏതായാലും ചൈന അവിടുന്ന് അംഗത്വം തുടങ്ങുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ചൈനയെ സംബന്ധിച്ച് ചൈന ഈ അടുത്ത കാലത്ത് തുടങ്ങി വെച്ച എല്ലാ മേഖലകളും പരാജയമായിരുന്നു. അത് അവര്
നേപ്പാളിൽ കൊണ്ടുപോയി അവർക്ക് തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ലാതെ വന്നു. അവരുടെ പിന്നെ കുറെ സൈഡിലുള്ള ഗ്രാമങ്ങളൊക്കെ ഏറ്റെടുത്തു എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. പിന്നെ അവർ ശ്രീലങ്ക കൈവച്ചു, പൊട്ടിപ്പാളീസായിട്ട് ഒന്നും നടക്കുന്നില്ല. അവിടെ ഇപ്പോൾ ഇന്റർനാഷണൽ ഷിപ്പ് ഒന്നും തന്നെ വരുന്നില്ല. അപ്പൊ അതെല്ലാം ഇനിയിപ്പോ വിഴിഞ്ഞത്തേക്ക് വരാൻ പോവുകയാണ്. ഇന്ത്യയുടെ മദർ പോർട്ടായ വിഴിഞ്ഞത്തേക്കാണ് ആ ഷിപ്പുകളെല്ലാം വരുന്നത്. അപ്പൊ ഇന്റർനാഷണൽ എയർപോർട്ട് ഇവിടെ നമ്മുടെ ഹമ്പൻതോട്ട തുറമുഖത്ത് തുടങ്ങിയപ്പോൾ ഇവർ പറഞ്ഞ ഭയങ്കരമാണ്, ഇനി മുതൽ എല്ലാ വിദേശ കപ്പലുകളും ഇവിടെ വന്നിട്ട് പോകും, ഭയങ്കര പൈസയായിരിക്കും, അത് അതൊക്കെ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് ഇട്ടതാണ്. അവിടെ ഇന്ന് വരെ ഒരു കപ്പൽ വന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ കേൾക്കുന്നത് അവിടെ കപ്പൽ വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. മീൻസ് അവിടുത്തെ കടലിൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. ഈ കപ്പലിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതിന് ചാലുകളും അതൊക്കെ ഉണ്ട് ടെക്നിക്കലായിട്ട്. അത് പറ്റാത്തൊരു സ്ഥലമാണെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. പിന്നെ മാലി പോയി പൈസ ഇറക്കി കഴിഞ്ഞപ്പോഴാണ് മാലിക്കാർ ഉടനെ ഓടി വന്ന് ഇന്ത്യ അടുത്ത് വന്ന് ഇന്ത്യയുടെ കുറെ സഹായങ്ങൾ അവർ നേടി. ഇപ്പൊ അങ്ങനെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. പിന്നെ അവർ പൈസ മുടക്കിയത് പാകിസ്ഥാനിലാണ്, അതും വെള്ളത്തിലായി കിടക്കും. അങ്ങനെ അവർ ചൈനയുടെ പ്രധാന വരുമാനം റിയൽ എസ്റ്റേറ്റ് ആണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമാണ് അവരുടെ രാജ്യത്തിന്റെ പ്രധാന ഇൻകം. അവർ ഈ സാധനങ്ങളൊക്കെ വിൽക്കുന്നതിനേക്കാൾ ഉപരി അവരുടെ ആയുധങ്ങളൊന്നും ആരും അങ്ങനെ അധികം വാങ്ങുന്നൊന്നുമില്ല. ഇപ്പൊ അമേരിക്കയെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് മാത്രമല്ല, അവരുടെ ആയുധം വിൽക്കുന്നതും അവരുടെ വലിയ വരുമാനത്തിന്റെ കാരണമാണ്. GDP ഒരു വലിയ പങ്ക് ഈ ആയുധ വിൽപ്പനയുടെ അമേരിക്ക നേടുന്നുണ്ട്. പക്ഷെ ചൈനയ്ക്ക് അതില്ല. പക്ഷെ അതിന് പകരം ചൈന ചെയ്യുന്ന പണി ഓരോ രാജ്യങ്ങൾക്കും പൈസ കടം കൊടുക്കുക, എന്നിട്ട് അവരുടെ സ്ഥലം 90 വർഷത്തേക്കോ 99 വർഷത്തേക്കോ പാട്ടത്തിലെടുക്കുക, അവിടെയുള്ള കംപ്ലീറ്റ് ബിസിനസ് ചെയ്യുക. അവർ ആഫ്രിക്കയിലൊക്കെ സ്ഥലം എടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവിടെ ഒരു തുറമുഖം എടുക്കുന്നു. ആ തുറമുഖം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ തുറമുഖം തൊട്ട് 100 കിലോമീറ്റർ ചുറ്റളവിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ മാത്രമേ വിൽക്കാൻ പറ്റൂ. ചൈനീസ് ഉൽപ്പന്നങ്ങൾ അവരുടെ എന്ത് തന്നെ ആയാലും, അത് പേസ്റ്റ് ആയാലും സോപ്പ് ആയാലും എന്ത് തന്നെ ആയാലും, ഈ തുറമുഖത്ത് അവരുടെ ചരക്ക് വരും. ഈ ചരക്ക് ഇവിടങ്ങളെല്ലാം ഡിസ്ട്രിബ്യൂട്ട്, അങ്ങനെയാണ് ഒരു കരാർ ഇവർ വെക്കുന്നത്. മറ്റ് രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങളോട് വിൽക്കാൻ പറ്റില്ല. അതായത് ശരിക്കും പറഞ്ഞാൽ ഇവർ പണം മുടക്കുന്നതിന് 100 ഇരട്ടി 99 വർഷം കൊണ്ട് കൊള്ളയടിച്ച് ലാഭം ഉണ്ടാക്കി. കൊള്ളയെന്ന് പറയാൻ കഴിയില്ല, അവർക്ക് ഗതിയില്ലാത്തതുകൊണ്ടായിരിക്കും ഇവർക്ക് തുറമുഖം പണിയാൻ കൊടുക്കുന്നത്. അത് അവർ മുതലാക്കി എടുക്കും. ഈ ടെക്നിക്കാണ് ശ്രീലങ്കയിലും അവർ മാലിയിലും ഒക്കെ അവർ പ്ലാൻ ചെയ്തത്, പാകിസ്ഥാനിൽ പ്ലാൻ ചെയ്തത്. പക്ഷെ ഇവിടെ ഒന്നും വർക്കൗട്ട് ആയില്ല എന്നുള്ളതിലാണ് അവരുടെ സാമ്പത്തിക രംഗം ഒരു പ്രതിസന്ധിയിലാകുന്നത്. ഇപ്പൊ ചൈന വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്. അതിനിടയിലാണ് ട്രംപിന്റെ താരിഫ് യുദ്ധം വന്നത്. വലിയ രീതിയിൽ താരിഫ് അടിച്ച് ചൈനയ്ക്ക് കൊടുത്തു. ഇപ്പൊ പറയുന്ന താരിഫ് ഇളവ് ചെയ്യുമെന്ന് പറഞ്ഞു. പുള്ളിയുടെ ഒരു കാര്യത്തിൽ നിന്ന് നോക്കിക്കൊണ്ട് സാധനം ഉണ്ടാക്കാതിരിക്കാനും വയ്യാത്ത സാഹചര്യത്തിലാണ് ഇപ്പം ഈ പല രാജ്യങ്ങളിലുമുള്ള ഈ ഉത്പാദകർ. കാരണം ഇത് എന്നാ ഇനി നമുക്ക് ഉണ്ടാക്കണ്ടെങ്കിൽ അമേരിക്കയിലേക്ക് കയറ്റി വിടണമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ പുള്ളി പറയും ഞാൻ ഈ താരിഫ് ഒന്നുമില്ല, കുറച്ചിരിക്കുന്നു എന്ന് പറയും. അപ്പൊ ഈ പാവങ്ങൾ വീണ്ടും സാധനം ഉണ്ടാക്കുമ്പോൾ പുള്ളി പറയും ഞാൻ താരിഫ് കൂട്ടിയിരിക്കുന്നു എന്ന് പറയും. അങ്ങനത്തെ ഒരു നിലപാടിലേക്ക് പോകുമ്പോൾ ചൈന ഇനി ആ ഒരു വെട്ടിലേക്ക് വീഴാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പൊ ഈ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം, അപ്പൊ ചൈനയെ പാകിസ്ഥാനുമായിട്ട് അകലുന്നതിന്റെ പ്രധാന കാരണം നേരത്തെ തന്നെ കാണിച്ചു തുടങ്ങിയിരുന്നു. അവിടെ ഈ ബലൂചിസ്ഥാൻ ഒരു കർശനമായ നടപടി എടുക്കണമെന്ന് ചൈന പലവട്ടം പാകിസ്ഥാൻ താക്കീത് നൽകി. നമുക്കറിയാം, മുൻപ് നമ്മൾ തന്നെ കൊടുത്തൊരു വാർത്തയുണ്ട്. ഷഹബാസ് ഷെരീഫിനെ ചൈനീസ് അംബാസഡർ തന്റെ എംബസിയിലേക്ക് വിളിച്ചു വരുത്തി. ലോകത്ത് ആദ്യമായിട്ടാണ് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു എംബസി ഉദ്യോഗസ്ഥൻ വിളിച്ചു വരുത്തി മുന്നറിയിപ്പ് കൊടുക്കുന്നത്. ചൈനീസ് എംബസി ഉദ്യോഗസ്ഥൻ വിളിച്ചു വരുത്തി മുന്നറിയിപ്പ് കൊടുത്തു. അത് മാത്രമല്ല, പാകിസ്ഥാനിലുടനീളം ചൈനയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നേരത്തെ മുതൽ തന്നെ ഉണ്ട്. കാരണം ചൈനക്കാർ അവിടെ വരുന്നത് അവരുടെ സംസ്കാരത്തെ, മതപരമായ കാര്യങ്ങളെ വ്രണപ്പെടുത്തുന്നു എന്ന് പറയുന്നു. നമ്മളിപ്പോ ഈ പാകിസ്ഥാന്റെ പബ്ലിക് ഒപ്പീനിയൻസ്, അവരുടെ റിയാക്ഷൻസ് നമ്മൾ പരിശോധിച്ചാൽ അവർ പറയുന്നത് ചീനി എന്നാണ് അവർ ചൈനക്കാർക്ക് പറയുന്നത്. ചീനിക്കാർ വന്ന് ഞങ്ങളുടെ സംസ്കാരം നശിപ്പിക്കുകയാണ്, അവിടെ ഖുറാൻ വായിക്കാൻ അവകാശമില്ലാത്ത ഒരു രാജ്യമാണ് ചൈന, പള്ളി പണിയാൻ അവകാശമില്ലാത്ത രാജ്യമാണ് ചൈന, അവരടിച്ചു കൊടുക്കുന്ന ഖുറാൻ മാത്രമേ വായിക്കാൻ കഴിയൂ, നിസ്കരിക്കാൻ പോലും പറ്റാത്തൊരു രാജ്യമാണ് ചൈന. ആ ചൈനയ്ക്കാണ് നമ്മൾ പരവതാനി വിരിച്ചു കൊടുക്കുന്നത്. ആ ചൈന നമ്മളെ ചതിച്ചു എന്ന് പാകിസ്ഥാനികൾ പരസ്യമായി പറഞ്ഞു തുടങ്ങുന്ന കാലത്തിലൂടെയാണ് ഇപ്പൊ മുമ്പോട്ട് പോകുന്നത്. അത് മാത്രവുമല്ല, പാകിസ്ഥാൻ ചൈനയെ കൂടെ നിർത്താൻ എല്ലാ വിട്ടുവീഴ്ചകളും ചെയ്തു കൊടുക്കുന്നു എന്നുള്ളത്. കഴുതകളെ കൊടുക്കുന്നു, അവർക്ക് പന്നിയുടെ ഇറച്ചി സ്റ്റാളുകൾ, അത് ഒരു വലിയ വിവാദമായി മാറിയതാണ്. പാകിസ്ഥാനിൽ ഈ ചൈനീസ് ഉദ്യോഗസ്ഥർ താമസിക്കുന്നതൊക്കെ ഈ പന്നിയുടെ പിന്നെ സ്റ്റാളുകൾ, ഇറച്ചിക്കടകൾ പാകിസ്ഥാൻ തുടങ്ങിയിരുന്നു. കാരണം പന്നി എന്ന് പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ച്, മതപരമായ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അതൊരു ഹറാമായ സാധനമാണ്. അതിന്റെ കട തന്നെ പാകിസ്ഥാനെ പോലെ ഒരു മതരാഷ്ട്രത്തിൽ അത് തുടങ്ങുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഇതിനെതിരേക്ക് അന്ന് വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. പക്ഷെ ഇന്നത്തെ പ്രതിഷേധം ആ നിലയിലല്ല. ഇന്നിപ്പോ ഓപ്പൺ ആയിട്ട് ജനം തെരുവിൽ ഇറങ്ങിക്കൊണ്ട് തന്തയ്ക്കും തള്ളയ്ക്കും ഇവന്മാരെ വിളിക്കുന്ന നിലയിലേക്ക് മാറി. മുമ്പ് രഹസ്യമായിട്ടായിരുന്നു അവർ പ്രതിഷേധിച്ചിരുന്നെങ്കിൽ ഇപ്പൊ അത് ഓപ്പൺ ആയ രീതിയിലേക്ക് അവർ മാറുന്നു. മറ്റൊരു നീക്കം അവിടെ നടക്കുന്നത് ഈ ഭീകരവാദികളും ഒപ്പം തന്നെ സൈനിക ഉദ്യോഗസ്ഥരും ഒന്നിച്ച് വേദി പങ്കിടുകയാണ്. ഇന്നലെ ധനുഷ് കൊടുത്ത വാർത്ത കണ്ടില്ല, അവർ പരസ്യമായി വേദി പങ്കിടുകയാണ്. കൂറ്റൻ ഫ്ലെക്സുകളിൽ സൈനിക മേധാവികളെ ഭീകരന്മാരെ പണം ഒന്നിച്ചു വെച്ച് കൊടുക്കുകയാണ്. ഇതെല്ലാം ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി നിൽക്കുന്ന ആ രാജ്യത്തിലേക്ക് കൊണ്ട് ഇനി മുതലിറക്കാനോ അവരെ ഹെൽപ്പ് ചെയ്യാനോ ചൈന പോലൊരു രാജ്യം ശ്രമിക്കില്ല. കാരണം ബുദ്ധിയുള്ള ഒരു രാജ്യം ശ്രമിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇപ്പം ഇന്ത്യക്കെതിരെ അവരെ കൊണ്ട് നീക്കമിനി നടത്തിക്കുക എന്നുള്ളത് അല്പം പ്രയാസകരമാണ്. കാരണം അങ്ങനെ നടത്തിയിട്ട് കാര്യവുമില്ലെന്ന് അവർക്കറിയാം. ഒന്ന്.
രണ്ടാമത്തെ കാര്യം, ഇറക്കിയ മുതൽ തിരിച്ചു കിട്ടാൻ സാധ്യതകൾ കുറവാണ്. അപ്പൊ ഇത് കൂടുതൽ മുതൽ ഇറക്കാതിരിക്കുക എന്നുള്ളതാണ് എല്ലാവരും ചിന്തിക്കുന്ന കാര്യം. അല്ലാതെ ഇപ്പം പാകിസ്ഥാനെ പുഷ്ടിപ്പെടുത്തിയിട്ട് ചൈനയ്ക്ക് ഒരു നേട്ടവും ഇല്ല. ഇന്ത്യക്കെതിരെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അറ്റാക്ക് നടത്താം എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു നേട്ടവും. ഈ അറ്റാക്ക് നടത്തുന്നതിനിടയിലും ഓപ്പറേഷൻ സിന്ധു നടക്കുന്നതിനിടയിൽ നമുക്ക് സന്തോഷകരമായ ഒരു വാർത്ത വന്ന $4 ട്രില്യൺ നമ്മുടെ GDP കടന്നു കയറുകയും നമ്മുടെ ലോകത്തെ 4ാമത്തെ വൻ ശക്തിയായി മാറുകയും ചെയ്തു. അപ്പൊ അതിലൊന്നും കഥയില്ല എന്നുള്ളത് ചൈനയ്ക്കും കാര്യങ്ങൾ ബോധ്യമായി. ഇതിനിടയിലാണ് RICയുടെ ഉദയം ചെയ്യുന്നത്. റഷ്യ, ഇന്ത്യ, ചൈന സഖ്യം വീണ്ടും സജീവമാകുന്നു. അതുകൂടെ വരും സ്വാഭാവികമായി തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ബംഗ്ലാദേശിന്റെ വിഷയത്തിൽ ഇപ്പൊ ചൈന വലുതായിട്ട് കൊണ്ട് തലയിടുന്നില്ല. കാരണം അവര് ജാഗ്രതയോടെ നിൽക്കുകയാണ്. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്, അവസാനം ഒന്ന് ശാന്തമാകുമ്പോൾ എല്ലാം അതിൽ നിന്ന് നമുക്ക് എടുക്കാമെന്ന് കരുതുന്നു. ഇവിടെ മറ്റൊരു കാര്യമുണ്ട്, നമ്മൾ ഇന്നലെ കൊടുത്ത ഒരു വാർത്തയുണ്ട്, അതായത് തെഹ്രീക്കെ താലിബാൻ പാക് അധിനിവേശ കാശ്മീരിൽ കടന്നു കയറി എന്നുള്ളത്. അത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബീജിംഗിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകുന്ന ചൈന പണിയുന്ന റോഡ് ഈ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ സ്വാഭാവികമായി ചൈനയ്ക്ക് കുറച്ചുകൂടി ഈസിയാണ് അവരുടെ സേനയെ നീക്കാനോ അല്ലെങ്കിൽ വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കാനോ. അവരനങ്ങിയിട്ടില്ല, ഇതുവരെ അനങ്ങിയിട്ടില്ല. തെഹ്രീക്കെ താലിബാൻ അവിടെ കയറുമ്പോൾ അവര് കയറുന്നെങ്കിൽ കയറിക്കോട്ടെ, ഇതിന്റെ ഒരു പരിസമാപ്തി ഉണ്ടാവുമല്ലോ, എല്ലാം കൂടെ കലങ്ങി തെളിയുമല്ലോ. കലങ്ങി തെളിയുമ്പോൾ ഇന്ത്യയുമായിട്ടൊരു RIC ശക്തമാകുകയാണെങ്കിൽ, റഷ്യ, ഇന്ത്യ, ചൈന സഖ്യം ഇപ്പൊ റഷ്യൻ വിദേശകാര്യമന്ത്രി പറഞ്ഞതുപോലെ ശക്തമാകുകയാണെന്നുണ്ടെങ്കിൽ വേറെ ടെൻഷൻ ഇല്ല. അവർക്ക് റോഡ് മതി ചൈനയെ സംബന്ധിച്ച്. കാരണം ഗിൽജിത്തിലും പാകിസ്ഥാനിലും റോഡേ ഉള്ളൂ, റോഡ് മതി. ഇന്ത്യക്കും ആഗ്രഹം ഈ ഖൈബർ ഇടനാഴിയാണ്, അവിടെ അവർക്കും റോഡ് മതി. ഈ രണ്ടുപേരും ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, രണ്ടുപേരും കൂടെ സഹകരിച്ച പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യ പിടിക്കൂ. പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യ പിടിച്ചാൽ ചൈന അനങ്ങില്ല. കാരണം ചൈനയെ സംബന്ധിച്ച് അവർക്ക് വേണ്ട രണ്ട് കാര്യങ്ങളെ അവിടെ ഉള്ളൂ ഇപ്പോൾ പാക് അധിനിവേശ കാശ്മീരിൽ. അവരുടെ സ്മോൾ ഹൈഡ്രോ ഇലക്ട്രിക്കൽ പ്രൊജക്റ്റുകളുണ്ട് ഒരുപാട്. അത് ഒരുപക്ഷെ ഇന്ത്യ ഏറ്റെടുത്തുകൊണ്ട് അതിന് പണം നൽകുമായിരിക്കാം. മറ്റേ ഒന്ന്, കാരണം ഈ ചൈനയുടെ ഇലക്ട്രിക്കൽ പ്രൊജക്റ്റുകളൊക്കെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഇപ്പോഴില്ല, നേരത്തെ ഉള്ള പ്രൊജക്റ്റുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം ഈ റോഡാണ്. നമുക്കൊരു റോഡാണ് വേണ്ടത്. ഈ രണ്ടുപേരും കൂടെ റോഡിന്റെ കാര്യത്തിൽ സഹകരിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീരുന്നുണ്ട്. പാകിസ്ഥാനെ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇന്നല്ലെങ്കിൽ നാളെ ബലൂചിസ്ഥാൻ സ്വതന്ത്രമാവുക തന്നെ ചെയ്യും. ബലൂചിസ്ഥാൻ സ്വതന്ത്രമായി കഴിഞ്ഞാൽ പിന്നെ ആ മേഖലയിലോട്ട് ചൈന നോക്കണ്ട. പിന്നെ അമേരിക്കയാണോ മറ്റുള്ളവരാണോ എന്നറിയില്ല. നിലവിൽ ഇപ്പോൾ താലിബാനും കൂടെ കയറി ഒരു അതിർത്തി നിൽക്കുന്നുണ്ട്. ബലൂചിസ്ഥാൻ ഇപ്പോൾ താലിബാൻ ഒരു ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നത് പോലെയാണ് മുമ്പോട്ട് വരുന്നത്. ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാം, ഇന്ത്യ അഫ്ഗാനിസ്ഥാന് വേണ്ട ഫണ്ടിങ്ങും മറ്റും നൽകിക്കൊണ്ട്, പാകിസ്ഥാനികൾ പറയുന്നതാണ്, നമ്മളല്ല കേട്ടോ, നമ്മുടെ രാജ്യം പറയുന്നതല്ല, പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത്. പാകിസ്ഥാനികൾ പറയുന്നത് അഫ്ഗാനുമായിട്ട് ഇന്ത്യ അടുക്കുന്നു, വലിയ രീതിയിൽ അഫ്ഗാനിസ്ഥാന് ഫണ്ട് കൊടുത്തുകൊണ്ട് ബലൂചിസ്ഥാനിൽ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യയാണെന്നാണ് പറയുന്നത്. ഏതായാലും കാര്യങ്ങളൊക്കെ കലങ്ങി തിരിയട്ടെ. ചൈന എന്തായാലും ഈ മേഖലയിലുള്ള ഇവന്മാരിൽ നിന്നുള്ള ആ ഒരു ബന്ധം അകലുകയാണ് പതുക്കെ. കാരണം അവരെ സംബന്ധിച്ച് അവർ വലിയ പ്രതിസന്ധിയിലാണ്, സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അവർക്കത് കരകയറിയ മുൻപോട്ട് പോയേ പറ്റൂ. കാരണം ഈ താരിഫ് യുദ്ധം ഒരുപക്ഷെ താൽക്കാലികമായി ആണെങ്കിൽ പോലും ഈ താരിഫ് വിഷയം അവസാനിച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ അമേരിക്ക പണി തരും എന്നവർക്ക് നന്നായി അറിയാം. പിന്നെ അമേരിക്കയുടെ പാകിസ്ഥാനിലേക്കുള്ള ഈ കടന്നുകയറ്റം അവരത്ര സുഖകരമാക്കുന്നില്ല. അപ്പോൾ അവർ കരുതുന്ന അവരുടെ ഒപ്പം നിന്നിട്ട് ചതിച്ചു എന്നുള്ളൊരു പ്രതീതിയുണ്ട്. പിന്നെ ചൈന ആയുധം കൊടുക്കും എന്ന് ചൈന പറഞ്ഞിട്ടില്ല ആയുധം കൊടുക്കുമെന്ന്. പാകിസ്ഥാന്റെ മേധാവികളാണ് പറയുന്നത് ചൈന ആണവായുധം തരും, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറയുന്നു. ഏതായാലും എല്ലാം ഒന്ന് കലങ്ങി തെളിയട്ടെ. 2025 എല്ലാത്തിന്റെയും ഒരു എൻഡിങ് ഇയർ ആയിരിക്കും, ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.